ഡോക്ടർ ഇപ്പം നാടി പിടിച്ചിട്ട് ഇപ്പം എൻ്റെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് 100% കറക്റ്റാണ്. ഏത് രോഗവും ടെൻഷൻ എന്ന് പറയുന്ന ഒരു ബൂസ്റ്റ് പോലെയാണ്. പെട്ടെന്ന് സ്ട്രെസ് വന്നാൽ കൂടും. പൾസ് നോക്കിയിട്ട് അഥവാ നമ്മുടെ നാടി നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ രോഗമുണ്ടെന്നും അല്ലെങ്കിൽ നമുക്കിനി എന്തൊക്കെ രോഗം വരാനുണ്ട് എന്ന് പറയുന്ന ഒരു നാച്ചുറോപ്പതി ഡോക്ടർ, അതായത് ഡോക്ടർ പൾസ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വിഷ്ണുമോഹൻ്റെ ക്ലിനിക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കോട്ടയത്താണ് ഈ ഒരു ക്ലിനിക്ക് ഉള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഡോക്ടർ, ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടർ പൾസ് എന്നുള്ള പേരിലാണ്, വിഷ്ണു എന്നാണ് ശരിക്കുള്ള പേര്, ഡോക്ടർ പൾസ് എന്നുള്ള പേരിലാണ് ഡോക്ടർ അറിയപ്പെടുന്നത്. സാർ, അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? ഡോക്ടർ പൾസ് എന്ന് പറയുമ്പോൾ ഞാൻ പൾസ് ഡയഗ്നോസറാണ്. അതായത് ആൾക്കാർ വരുമ്പോഴത്തേക്കും നമ്മൾ പൾസ് നോക്കി അല്ലെങ്കിൽ നാഡി നോക്കി രോഗം പറയുക. അത് നമ്മളുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ശാസ്ത്രവും ഒരു അറിവുമാണ്. അത് നമ്മൾ ഡോക്ടറായതിനു ശേഷം, ഞാൻ ബേസിക്കലി നാച്ചുറോപ്പതി ഡോക്ടറാണ്, ഡോക്ടറായതിനു ശേഷവും ഞാൻ ആ പാത പിന്തുടരുന്നു. അത്രയും. അപ്പോൾ ഇത് ശരിക്കും ഇപ്പം നാച്ചുറോപ്പതി ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇതൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് തന്നെയാണോ? അപ്പോൾ മുത്തച്ഛൻ മർമ്മ ചികിത്സാലയത്തിലെ ചികിത്സയായിരുന്നു. അപ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ടാണോ ഡോക്ടർ? അതെ, അതിൽ ശരിക്കും മുത്തച്ഛൻ അന്ന് നമ്മൾ ഡോക്ടർമാരല്ലല്ലോ, വൈദ്യന്മാരാണ്. അപ്പോൾ മുത്തശ്ശൻ ശരിക്കും സിദ്ധമർമ്മ ചികിത്സകനായിരുന്നു. അങ്ങനെ തന്നെയാണ്, മർമ്മ ചികിത്സകൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മരുന്നുകൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം ഏകദേശം നമ്മളുടെ ഒരു 4 തലമുറ എൻ്റെ അറിവിൽ വൈദ്യന്മാരാണെന്ന് പറഞ്ഞു. ഞാൻ 4 തലമുറ കണ്ടിട്ടില്ല, പക്ഷെ 4 തലമുറ അതിന് മുകളിലും വൈദ്യന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പത്മനാഭപിള്ള എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള അന്നത്തെ ഒരു വൈദ്യൻ, കാട്ടാമ്പാക്കിലുള്ള ഒരു വൈദ്യ കുടുംബത്തിൽ നിന്ന് ഇവിടെ വന്ന് ചേക്കേറുകയും ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് അവർ വൈദ്യം തുടങ്ങുകയും പിന്നീട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ വൈദ്യം തുടങ്ങി അങ്ങനെ നിന്നതാണ്. ഡോക്ടർ ഇപ്പം നാടി പിടിച്ചിട്ട് ഇപ്പം എൻ്റെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് 100% കറക്റ്റാണ്. അപ്പോൾ ശരിക്കും കുറേയധികം നാടിയല്ലേ ഡോക്ടർമാർ അങ്ങനെയുണ്ട് പൾസ് നോക്കിയിട്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഡോക്ടറിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത് ഡോക്ടറെ കാണാൻ വേണ്ടി. അപ്പം അത്രയധികം ഒരു ആക്യുറേറ്റ് ആയിട്ട് ഡോക്ടർ കാര്യം പറയുന്നത് അതിൻ്റെ പിന്നിൽ ഇതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പം പൾസ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിങ് രീതിയുണ്ട്. ഇപ്പോൾ ഞാൻ വടകരയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു അലോപ്പതി ഡോക്ടർ ഇങ്ങനെ പൾസ് നോക്കിയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഉണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവനോടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റുകളൊന്നും അങ്ങനെ, പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ടെസ്റ്റുകൾ നോക്കിയാലും കറക്റ്റായിരിക്കും. ഇദ്ദേഹത്തിന് ടെസ്റ്റ് കാണണ്ട, ഇദ്ദേഹം ചെന്ന് കൊടുത്താലും കാണിയല്ല. അപ്പോൾ എൻ്റെ അമ്മാവനൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ നോക്കുന്നു, പൾസ് നോക്കുന്നു, ഗ്യാസ് ഉണ്ട് അല്ലെങ്കിൽ വയറ്റിൽ ദഹനക്കേടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് വലിയ വിലയില്ലായിരുന്നു ഇതിനോട്. ഒരു പുച്ഛായിരുന്നു. പിന്നെ പൾസ് നോക്കിയിട്ട് ഗ്യാസ് ഉണ്ടെന്ന് വലിയ കാര്യമില്ല. അങ്ങനെ ഒരു കുട്ടിക്കാലത്തായിരുന്നു ഞാൻ അമ്മാവൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും എനിക്കിതിനോട് വിലയില്ലായിരുന്നു. പിന്നെ ഈ ഡോക്ടറെ കാണുകയും മറ്റ് പലരെയും കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ എക്സൈറ്റഡ് ആയെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് ഞാൻ വീണ്ടും തിരിച്ച് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ അറിവിലേക്ക് വരികയും അമ്മാവൻ വഴി മറ്റ് വൈദ്യന്മാരിൽ നിന്ന് പഠിക്കുകയും പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച മെഡിക്കൽ അറിവുമായിട്ട് ഇത് ക്ലബ്ബ് ചെയ്യുക ചെയ്തത്. മറ്റു പലരും ഞാൻ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷേ ബഹുഭൂരിപക്ഷം നമ്മൾ കണ്ടത് ഇപ്പോൾ അവർക്ക് മെഡിക്കൽ വേഡോ അല്ലെങ്കിൽ മെഡിക്കൽ നോളജിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെയൊന്ന് എന്ത് ചെയ്യുക, രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളിവിടെ കോട്ടയത്താണുള്ളത്. അപ്പോൾ ഇവിടെ കൂടാതെ ഡോക്ടർക്ക് ഇപ്പോൾ കൊച്ചിയിൽ ഡോക്ടർ പുതിയൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എവിടെയായിട്ടാണ് വരുന്നത്? കൊച്ചിയിൽ, എറണാകുളം? കൊച്ചിയിൽ നമ്മൾ കുസാറ്റ് സർവകലാശാലയ്ക്ക് അടുത്ത് കളമശ്ശേരി പൈപ്പ് ലൈൻ
ജംഗ്ഷനിൽ പൈപ്പ് ലൈൻ റോഡിൽ തന്നെയാണ്. അവിടെ കരുമക്കാട് അക്ഷയ കേന്ദ്രത്തിനടുത്തായിട്ട് ഡോക്ടർ പൾസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. എൻ്റെ ഒരു ഭാഗ്യത്തിന് എൻ്റെ വൈഫ് സിദ്ധ ഡോക്ടറാണ്. അപ്പം അദ്ദേഹവും ഈ പൾസ് ഡയഗ്നോസിങ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ ഇപ്പോൾ 4 ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. ശനിയാഴ്ച ആണ് ഞാൻ അവിടെ പോകുന്നത്. അതല്ലാതെ ഞാൻ രാവിലെ 4 മണി മുതൽ എല്ലാ ദിവസവും 8:30 വരെ കല്ലറ നമ്മളുടെ ഈ ക്ലിനിക്കിൽ ഇരിക്കുന്നു. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇപ്പം 3 മണി വരെ ആക്കിയിട്ടുണ്ട്. തിരക്കുണ്ട്. പിന്നെ ഉള്ള ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാർസ്ലീവ മെഡിസിറ്റി പാലായിലും അത് രാവിലെ ഒരു 10 മണി മുതൽ രാത്രി വരെ അവിടെ കിടക്കുന്ന രോഗികളും കൂടുതലുണ്ട്. എപ്പോഴും ഒരു 30-35 രോഗികൾ എപ്പോഴും കിടക്കുന്ന രോഗികളുണ്ടാവും. കാരണം ഞാൻ ഈ പൾസ് ഡയഗ്നോസ് ചെയ്യുന്നിടയിലും ട്രീറ്റ്മെൻറ്റിൽ കൂടുതലും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അലർജിയും സ്പൈനൽ ഡിസോർഡറാണ്, നടുവേദന. അപ്പോൾ കൂടുതലും സ്പൈനൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നട്ടെല്ല് തെറ്റി ഞരമ്പിലേക്ക് കൊള്ളുക, അല്ലെങ്കിൽ അത് നടക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കാലിൽ നിന്ന് തളർച്ച, അല്ലെങ്കിൽ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ ആയിരിക്കും കൂടുതലും രോഗികൾ വരുന്നത്. അപ്പോൾ അവരെ കിടത്തി ചികിത്സിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ OPയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വിടുക എന്ന് പറയും. അപ്പം കറക്ഷൻ എന്നുള്ള രീതി നമ്മൾ ചെയ്യുന്നത് മർമ്മ ചികിത്സ, കൈറോ പ്രാക്ടീസ് പോലുള്ള രീതികളാണ്. അത് ചെയ്ത് കറക്റ്റ് ചെയ്ത് അവരെ എന്ത് ചെയ്യുക, നടക്കുന്ന രീതിയിലേക്ക് വിടുകയാണ്. അതേപോലെ ഡോക്ടർ ഇപ്പോൾ അവർക്ക് യോഗ ആ ഒരു രീതിയിലാണെങ്കിൽ അങ്ങനെയായിരിക്കും യോഗ മിക്കവാറും എക്സസൈസ് എന്നുള്ള രീതിയിൽ ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ യോഗയായിരിക്കും. ഇപ്പോൾ ഒരു രോഗി എന്ത് ചെയ്യുക, അവരുടെ വേദനകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ അലർജി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്ക് യോഗയിലൂടെ അവരുടെ ബ്രീത്തിങ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സോ നമുക്ക് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. അപ്പോൾ പിന്നെ എല്ലാ വേദനയ്ക്കും ഒരു ടെൻഷൻ ഒരു ഭാഗമുണ്ട്. ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു നമ്മളുടെ വേദന കൂടും, അല്ലെങ്കിൽ അലർജി കൂടും, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റീസ് കൂടും. ഏത് രോഗവും ടെൻഷൻ എന്ന് പറയുന്ന ഒരു ബൂസ്റ്റ് പോലെയാണ്. പെട്ടെന്ന് സ്ട്രെസ് വന്നാൽ കൂടും. സ്ട്രെസ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ പകുതി 50% രോഗം കുറഞ്ഞു. അതിന് യോഗ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എഫക്റ്റീവാണ്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് 2 വർഷമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ലക്ഷണമില്ലാതെയാണ് ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നേരത്തെ ഒരു ന്യൂമോണിയ ഒരു രോഗി വരുമ്പോൾ തന്നെ അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രോണിക് ഡിസീസ് വരുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന് ആ രോഗമാണെന്ന്. കാരണം ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഇപ്പം പേഷ്യൻസ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, നമ്മൾ CRPയോ മറ്റ് ടെസ്റ്റുകളിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ന്യൂമോണിയ ആണെന്ന് അറിയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ലക്ഷണങ്ങൾ പലപ്പോഴും ഇപ്പോൾ കാണിക്കുന്നില്ല. അവിടെയാണ് നമുക്കിപ്പം കൂടുതലായിട്ട് നമുക്കിപ്പോൾ പൾസ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിലും 2019 അല്ലെങ്കിൽ 20 മുതലാണ് അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക്. അപ്പം പാലായിലിരിക്കുന്നു, അതുപോലെ തന്നെ ഞാൻ കല്ലറയിലിരിക്കുന്നു, എറണാകുളത്ത്. പിന്നെ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ ചേർത്തല ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ഇരിപ്പുണ്ട്. 3 ജില്ലകളിലായിട്ടാണ് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിനെ തേടി ഇപ്പോൾ കുറേ അധികം ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പോൾ ചിലരുടെ വിചാരം കോട്ടയത്ത് മാത്രമാണോ ഡോക്ടർ എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ ഇപ്പോൾ പാലയിലുണ്ട്, കൊച്ചിയിലുണ്ട്, കോട്ടയത്തുണ്ട്, ഈ 3 സ്ഥലത്തുണ്ട് ഡോക്ടർ. അതേപോലെ ഇപ്പോൾ നാഡി നോക്കിയിട്ട് ഡോക്ടർ ഇവിടെ ഒരു എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഉറപ്പായിട്ടും അത് കൂടുതലും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്ക് ബൾജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ MRI ആണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ എക്സ്റേ, അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ. ഇപ്പോൾ ഹാർട്ടിൻ്റെ കണ്ടീഷൻസ് ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഏകദേശമൊക്കെ, അത് പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കുന്നതല്ല, എന്നാൽ പോലും കാർഡിയാക് മാർക്കറുകൾ വഴിയൊക്കെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ വഴി ഒരു പരിധിവരെ നമുക്കൊരു ഐഡിയ കിട്ടും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ഭക്ഷണത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യുക സപ്ലിമെൻറ്റിലൂടെ ആയിരിക്കും, പല വഴികളിലൂടെ. പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ സ്ക്രീനിങ് ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് അതിലൊന്ന് ക്യാൻസർ സ്ക്രീനിങ് ചെയ്തിട്ട് വാ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൽ എനിക്കൊരു ഭാഗ്യം കിട്ടിയേക്കുന്നത് അലോപ്പതി ഡോക്ടേഴ്സ്, അതുപോലെ മറ്റ് ചികിത്സാ ശാഖയിലെ ഡോക്ടേഴ്സ് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ എനിക്ക് എന്ത് ചെയ്യുക, പേഷ്യൻസിനെ നല്ല രീതിയിൽ റെഫർ ചെയ്യാറുണ്ട്, ഞാൻ അങ്ങോട്ടും റെഫർ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്ത് ചെയ്യുക, ക്യാൻസർ സംബന്ധമായിട്ടുള്ള സംശയമോ അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ന്യൂറോളജി പ്രശ്നങ്ങളൊക്കെ, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ വരാറുണ്ട്. അപ്പം ഞാൻ ന്യൂറോളജിസ്റ്റുകളോ ന്യൂറോ സർജൻസിനെയോ ഞാൻ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ നോക്കി അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മരുന്നുകൾ ചെയ്തിട്ട് നമ്മളിലേക്ക് വീണ്ടും
റെഫർ ചെയ്യാറുണ്ട്. അപ്പം നമുക്കൊരു സങ്കര ഇനം അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ട കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് അഭിപ്രായം കൊടുക്കാനും ചികിത്സ നിർദ്ദേശിക്കാനും സാധിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ നാച്ചുറോപ്പതി മരുന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് അലോപ്പതിയിലേക്ക് പോകുമ്പോൾ ഒരു ഡിഫറൻസ് അങ്ങനെയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന മരുന്നുകളാണ് ഞങ്ങളുടെ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അങ്ങനെയുള്ള മരുന്നുകളുണ്ടെങ്കിൽ ഞങ്ങൾ ആ മരുന്ന് കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞാൽ മതി, നിങ്ങൾ ആ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാനത് തരുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനാണ് ഞാൻ മരുന്ന് തരുന്നത്, അത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാന്ന് ഞാൻ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം എന്ന് പിടിക്കാതിരുന്നാൽ മതി. അതാണ് മെയിൻ. ഡോക്ടർ പറഞ്ഞതുപോലെ ചിലർ അവിടെ തന്നെ ആ ഒരു സിസ്റ്റത്തിൽ പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണലുണ്ട്. പക്ഷെ ഡോക്ടർ സംസാരിച്ചപ്പോൾ വളരെ ഒരു ഫ്രണ്ട്ലി രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസ് ഓറിയന്റഡ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ പേഷ്യന്റിന് ഉതകുന്നത് അത് ചെയ്യുക. കാരണം നമ്മളെല്ലാം ആരോഗ്യത്തിലേക്ക് ഒരാളെ നയിക്കാനായിട്ട് കഷ്ടപ്പെടുന്നവരാ. ഏത് സിസ്റ്റം ആണെങ്കിലും ആരോഗ്യ പ്രവർത്തകരാണോ അതിന് കഷ്ടപ്പെടുന്നവരാ. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കൊരു കഴിവുണ്ടാവും, അല്ലെങ്കിൽ വേറൊരു ഇപ്പോൾ അലോപ്പതി ഡോക്ടറിന് അവർക്ക് സ്പെഷ്യലൈസ് ചെയ്ത മേഖല ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മളുടെ പേഷ്യൻ്റ് ഒരു ആളുണ്ടെങ്കിൽ നമുക്ക് ആ സൗകര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ചികിത്സ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് വിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്തിനാ പേഷ്യന്റിനെ സഫർ ചെയ്യിപ്പിക്കണം? ആബ്സല്യൂട്ട്ലി. അത് വലിയൊരു അല്ലാതെ ചെയ്യാൻ പാടില്ല. ശരിക്കും എത്തിക്സ് അല്ലേ? അതെ, എല്ലാത്തിലും ഓരോരോ എത്തിക്സ്. കാരണം കബളിപ്പിക്കലല്ലേ ആരാണെങ്കിലും. ആബ്സല്യൂട്ട്ലി. ഡോക്ടർ അതേപോലെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചുറ്റും മരങ്ങളും ആൻഡ് ഒരു വീട് എന്നുള്ള രീതിയിലൊരു സെറ്റപ്പാണ് ഇവിടെ തോന്നിയത്. ആ ഒരു നേരത്തെ ഉള്ള ഒരു മുത്തച്ഛൻ്റെ കാലം തൊട്ടേ ഉള്ള ഒരു സംഭവം. അത് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം എൻ്റെ മുത്തച്ഛൻ എന്ന് പറയുമ്പം എൻ്റെ കുട്ടിക്കാലത്ത് മരിച്ചു പോയെങ്കിലും അദ്ദേഹം ചികിത്സകനായിരുന്നു. അപ്പോൾ ഇവര് ചികിത്സ തുടങ്ങിയത് മുത്തശ്ശൻ്റെയൊക്കെ മുൻപത്തെ തലമുറ ചികിത്സ തുടങ്ങിയത് ഈ സ്ഥലത്തു നിന്നാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പം രാവിലെയൊക്കെ നമുക്ക് കുറേ ഇപ്പം മനസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചികിത്സാ രീതികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സ് നമുക്കൊന്ന് വ്യതിചലിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധ കിട്ടില്ല, നമുക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല. നമുക്ക് പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആ സമയത്ത് നമ്മൾ ഒരു ഫിസിഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രസൻറ്റബിൾ ആണ് എന്നുള്ളതാണ് കാര്യം. കാരണം നിങ്ങളാണെങ്കിലും അതെ, ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ചിരിച്ചാൽ എനിക്ക് ഒന്നും കൂടെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവ് എനർജി കിട്ടും. ഞാൻ കൂടുതൽ ചിലപ്പോൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു രോഗിയുടെ മുമ്പിൽ ഇരിക്കുമ്പം കൂടുതലും നമ്മൾ പ്രസൻറ്റബിൾ ആവണം. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളോട് കൂടുതൽ എന്ത് ചെയ്യുക കാര്യങ്ങൾ പറയുകയോ ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുകയോ ചെയ്യും. ആ വിശ്വാസത്തിലാണ് പകുതി കാര്യം ഇരിക്കുന്നത്. മനസ്സിലായോ ഡോക്ടർ? ഇതേപോലത്തെ ഒരു ആംബിയൻസ് തന്നെയാണോ കൊച്ചിയിലും? അതെ, കൊച്ചിയിൽ കുറച്ച് ഈ ഒരു ആംബിയൻസ് അല്ല, എന്നാലും ഉള്ളില് ക്ലിനിക്കിന്റെ ഉള്ളിൽ അവിടെ കുറച്ചും കൂടെ മോഡേൺ രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും കൊച്ചിയിലെ ക്ലിനിക്കിലേക്കും സൂൺ എന്തായാലും ഉണ്ടാകും. സോ എന്തായാലും ഡോക്ടർ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ. എന്തായാലും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ കോട്ടയം, പാല, കൊച്ചിയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ സൂൺ ഞങ്ങൾ എന്തായാലും കൊച്ചിയിലെ ഒരു ക്ലിനിക്കും വേഗം കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.